ഓക്കെ. അപ്പം എന്തെങ്കിലും ബ്രേക്ക് എന്തെങ്കിലും വോയിസ് ബ്രേക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എത്ര പേരെന്നെ ഇനി ജോയിൻ ചെയ്യാനുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. നമ്മൾ 22 പേരുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ പേര് സുദർശന. ഞാൻ ഐഫറില് കൊമേഴ്സിന്റെ കോർഡിനേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷന് ഡീൽ ചെയ്യുന്നത് ഞാനാണ്. നമ്മള് യൂട്യൂബില് സെഷനൊക്കെ ആയിട്ട് പോവാറുണ്ട്, ചിലർക്ക് ചിലപ്പം അറിയുന്നുണ്ടായിരിക്കാം. നമ്മള് ഇന്ന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മളുടെ ഈ ഒരു ഡിസംബർ ടേമിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ പലരും എഴുതിയവർ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇനി നമ്മൾ അടുത്തൊരു എക്സാമിന് നമ്മളെ ജൂണിലേക്ക് എല്ലാവരും എക്സാമിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, അതേപോലെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ എന്നുള്ളതൊന്ന് പറയണം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണുന്നില്ലേ? ചാറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് 26 പേരായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഡിസംബർ ടേമിൽ എക്സാം എഴുതിയവരാണോ? ഇതിൽ ആരൊക്കെ ഈ ഒരു ഡിസംബർ ടേമിൽ എക്സാം എഴുതിയിട്ടുണ്ട്, റിസൾട്ട് ഒക്കെ നോക്കി റിസൾട്ട് ഒക്കെ അറിഞ്ഞിരിക്കുന്നവർ ആരൊക്കെയാണ്? ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് പറയാ, ആരൊക്കെ ഡിസംബർ ടേമിൽ എഴുതിയിട്ടുണ്ടോ എന്ന് പറയോ. എങ്ങനെയുണ്ട് റിസൾട്ട് ഒക്കെ? നല്ല റിസൾട്ട് ഒക്കെ എങ്ങനെയുണ്ട്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാട്ടോ. എന്തെങ്കിലും PhDയോ നെറ്റോ അങ്ങനെ എന്തെങ്കിലും ക്ലിയർ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? 10 മാർക്കിന് JRF പോയി മാം. ആരാ പറഞ്ഞത്? ആരാണ്? ഞാൻ ബാസിത്താണ് മാം. വാസത്ത്. ഓക്കെ ഓക്കെ, 10 മാർക്കിന് JRF പോയി. ആ എക്സാം എഴുതി കഴിഞ്ഞ നോക്കിണ്ടായിരുന്നോ എന്താണ് പറ്റിയ മിസ്റ്റേക്ക് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? മറ്റേ റെസ്പോൺസ് ഷീറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ചെയ്തിട്ടുണ്ടായിരുന്നു മാം. പിന്നെ ഞാൻ അത് പക്ഷെ കൂടുതലായിട്ട് ഞാൻ നോക്കിയില്ല, കാരണം എനിക്ക് അന്നേരത്തെ ഉള്ള ആ ഒരു മാനസികാവസ്ഥയിൽ നോക്കാൻ ഞാൻ നിന്നില്ല. പക്ഷെ ഇതിന് മുൻ ഐഫറിന് പറയ് പറയ്. വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം എത്ര തവണയ്ക്ക് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു? ആ, ഞാൻ ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്നത് മറ്റേ ക്യാൻസൽഡ് ആയിട്ടുള്ള എക്സാം അല്ലേ, അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സെക്കൻഡ് റീ ചാൻസ് എക്സാം വന്നു. എഴുതി. റീ എക്സാം എഴുതിയപ്പോഴാണ് എനിക്ക് നെറ്റ് ക്വാളിഫൈഡ് ആവുന്നത്. അതിനുശേഷമാണ് ഞാൻ ഐഫറിൽ വരുന്നത്. ഐഫറിൽ വന്നിട്ടുള്ള ഡിസംബർ എക്സാം എഴുതിയപ്പോഴാണ് എനിക്ക് 10 മാർക്കിന് ഇത് പോകുന്നത്, നമ്മുടെ JRF മിസ്സായിപ്പോ. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ തന്നെയായിരുന്നു മാം. ഓക്കെ, എന്നാലും ഈ ഒരു 10 മാർക്കിന് നമുക്ക് JRF മിസ്സായി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ 5 ക്വസ്റ്റ്യൻ. അപ്പോ ഈ പ്രിപ്പറേഷന്റെ സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും നോക്കിണ്ടാവില്ല അല്ലെ, അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. എങ്ങനെയാണ്, ആദ്യത്തെ എക്സാമിനാണോ അതോ രണ്ടാമത്തെ അതായത് ഇപ്പൊ എക്സാമിനാണോ? ഈ ഒരു എക്സാം എഴുതിയിട്ട് JRF മിസ്സായി എന്ന് പറഞ്ഞല്ലോ. ആ അപ്പം എന്താണ് ഫീൽ ചെയ്യുന്നത്? മീൻസ് എന്റെ ഭാഗത്ത് ഇങ്ങനെ അല്ല, ഒരു അത് മിസ്റ്റേക്ക് ഉണ്ടായി. എങ്ങനെയാന്ന് പറഞ്ഞാൽ മാം, എനിക്കത് മനസ്സിലായത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, എനിക്ക് പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രോബ്ലംസ് കാരണം സെക്ഷൻസ് ഒക്കെ എനിക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇഷ്യൂ വന്നപ്പോഴാണ്, പിന്നെ അതുപോലെ തന്നെ മാത്സ്, റീസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഈ ഒരു ഏരിയയിലുള്ള ഇഷ്യൂസ് ആണ് കൂടുതലായിട്ടും എന്നെ ബാധിച്ചത്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു സെഷനിലൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഒരുപാട് പേര് ഡിസംബർ ടേമിൽ എക്സാം എഴുതി ഫസ്റ്റ് ആയിട്ട് എഴുതാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു ജൂൺ ടേമിലേക്കുള്ള എക്സാം ഫസ്റ്റ് ആയിട്ട് എഴുതാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടോ?
ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. ആദ്യമായിട്ട് ജൂൺ ടേമിലെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എക്സാം എന്താന്നൊക്കെ അറിഞ്ഞ് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വരുന്നവരുണ്ടല്ലേ? ആരാ? പേരെന്താണ്? അന്നയാണോ അനു ആണോ? ഒരാളേ ഉള്ളൂ? വേറെ ആരെങ്കിലും ഉണ്ടോ ഫസ്റ്റ് ടൈം എക്സാം? ആൻസി, ഓക്കെ ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടോ പ്രിപ്പയർ ചെയ്യാൻ ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്നവര്? കാവ്യ, വേറെ ആരെങ്കിലും? ഓക്കെ, അപ്പം നിങ്ങൾക്കൊക്കെ അറിയോ നെറ്റ് എക്സാം എന്താണ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ധാരണ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഈ സെഷനിലൂടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്തായാലും നമ്മളുടെ ഈ ഒരു ഡിസംബർ ടേമിലെ റിസൾട്ട് നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്ത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് തുടങ്ങാന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മുടെ ഈ ഒരു ടേമിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകളാണ് ഈ കാണുന്നത്. അതിൽ നമുക്ക് കൊമേഴ്സിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നെറ്റ് ആയിക്കോട്ടെ, GRF ആയിക്കോട്ടെ, PhD ആയിക്കോട്ടെ, ടോട്ടൽ നമുക്കൊരു അറൌണ്ട് 300 റിസൾട്ടോളം അല്ലെങ്കിൽ 300 റിസൾട്ടോളം നമുക്ക് ഈ ഒരു ടേമിലെ ഈ ഒരു റിസൾട്ടിലേക്ക് നമ്മുടെ കൊമേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ടേമില് 561 നെറ്റും 64 GRFും അതുപോലെ 1418 PhD നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത്രയും റിസൾട്ട് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതൊരു ചെറിയൊരു കാര്യമല്ല എന്നുള്ളത് ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഓക്കെ, നമ്മള് 4 വർഷത്തെ ഐഫറിന്റെ ഈ ഒരു നേട്ടമാണ് ഈ കാണിക്കുന്നത്. അതായത് ഞാൻ ഐഫറിൽ വന്നിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളമായി. അപ്പം ഈ ഒരു സക്സസ്ഫുൾ ജേർണിയിൽ ഒരു 1.5 വർഷത്തോളം ഒരു ഐഫറിന്റെ ഒരു ഭാഗമാവാൻ എനിക്കും പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ 4 വർഷത്തെ ഒരു റിസൾട്ട് ആണ് ഇത്രയും കാലത്തെ ഐഫറിന്റെ ഒരു റിസൾട്ട് ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ ഐഫറിന്റെ ഈ ഒരു ജൂൺ ടേമിലേക്കുള്ള മിഷൻ JRF പ്രീമിയർ ഫൈനൽ ബാച്ചിലേക്കുള്ള ഒരു അഡ്മിഷനും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രം. നമുക്ക് JRF ടാർഗറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആയിരിക്കും. അതേപോലെ നമുക്ക് 1-to-1 മെന്ററിങ് ഉണ്ടായിരിക്കും. എഡ്യൂറീൽസ്, പിന്നെ ടോപ്പ് ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും അതും എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ഓരോ യൂണിറ്റും ക്ലിയർ ചെയ്യുന്നത്. നമ്മുടെ കംപ്ലീറ്റ് സിലബസ് കവറിങ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ GRF ക്ലബ്ബുകള്, ആക്ടിവിറ്റി ഗ്രൂപ്പ്, ARF എക്സാമിനേഷൻ, അതൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമാണ്. നമ്മളുടെ ARF എക്സാമിൽ വിന്നർ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിലെ സ്റ്റുഡൻസിനും നെറ്റ് എക്സാമിൽ ഈ ഒരു ഡിസംബർ ടേമിലെ എക്സാമിൽ നെറ്റ് അല്ലെങ്കിൽ GRF ഏതെങ്കിലും ഒന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദെൻ നമ്മുടെ പ്രിപ്പറേറ്ററി ടെസ്റ്റുകൾ, ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാൻ, നമ്മൾ ഓരോരുത്തർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് സ്റ്റഡി പ്ലാനുകൾ അവരുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് സ്റ്റഡി പ്ലാൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ പ്ലാനുകൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ദെൻ PYQ ബേസ്ഡ് ബ്ലൂ പ്രിന്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു എക്സാം ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ, എന്തായാലും ഇവിടെ ജോയിൻ ചെയ്ത് ഇത്രയും പേർക്ക് അതിനെപ്പറ്റി ധാരണ ഉണ്ടെന്ന് വിചാരിക്കണം. എന്നാലും ജസ്റ്റ് അതിന്റെ ബ്രീഫ് ആയിട്ട് ഒരു ഐഡിയ പറയാണ്. നമുക്കറിയാം NTA നടത്തുന്ന നാഷണൽ ലെവലിലുള്ള ഒരു എക്സാം ആണ്. നമ്മൾ കോളേജിലൊക്കെ ഈ ഒരു നെറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾ ലെവലില് നമുക്ക് ഏത് കോളേജുകളിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് നെറ്റ് ക്ലിയർ ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്നത്. നെറ്റ് ക്ലിയർഡ് ആണെങ്കിൽ നമുക്ക് അതിന് ലൈഫ് ലോങ് വാലിഡിറ്റി ഒക്കെ ഉണ്ട്. ദെൻ GRF എന്ന് പറഞ്ഞാൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്,
ഈ ഒരു ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഇത് നമ്മൾ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു 2 ടേമുകളിലായിട്ട് നമുക്ക് PhD എലിജിബിലിറ്റി കൂടി ഉണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ ഇതിന്റെ മുൻപൊക്കെ എന്തുണ്ടായിരുന്നു, ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസിന്റെ ഒക്കെ എൻട്രൻസ് എക്സാമുകൾ എഴുതിയിട്ട് നമുക്ക് അവരുടെ PhD കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു കോളേജിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമ്മളുടെ ഈ ഒരു നെറ്റ് എക്സാമിന്റെ സ്കോർ തന്നെ അവർ ആ ഒരു കാര്യത്തിന് കൺസിഡർ ചെയ്യാണ്. അപ്പൊ നമ്മൾ ഈ ഒരു PhD എലിജിബിലിറ്റി കിട്ടിയവർക്ക് ആ ഒരു എൻട്രൻസ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ബാക്കി ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കൊമേഴ്സ് 2 പേപ്പറാണ്. ഫസ്റ്റ് പേപ്പർ ജനറൽ പേപ്പർ ആണ്, സെക്കൻഡ് പേപ്പർ നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിരിക്കും, നമുക്ക് കൊമേഴ്സ് പേപ്പർ ആണ്. ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, സെക്കൻഡ് പേപ്പറിൽ നമുക്ക് 100 ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം. ടോട്ടൽ 150 ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളുടെ എക്സാം നടക്കാൻ പോകുന്നത്. 3 മണിക്കൂറിന്റെ എക്സാം ആണ്, ഓൺലൈൻ എക്സാം ആണ്. അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. എന്നാലും ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാം ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്നെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം അറിയാമെങ്കിൽ അറിയാന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാം. കാരണം ഇത് ഓൾറെഡി അറിയുന്നവർക്ക് ചിലപ്പോൾ ഞാൻ പിന്നെയും പറയുമ്പോൾ അത് ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ എല്ലാം ക്ലിയർ ആണെന്നെങ്കിലും നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പറയുന്നത് കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളുടെ മെയിൻ ടോപ്പിക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കൊമേഴ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് 10 യൂണിറ്റ് ഉണ്ട്. നമുക്ക് പേപ്പർ 1ലും ഉണ്ട് ഇതുപോലെ 10 യൂണിറ്റ്, നമുക്ക് പേപ്പർ 2ലും ഉണ്ട് ഇതുപോലെ 10 യൂണിറ്റ്. അപ്പൊ പേപ്പർ 1ലെ 10 യൂണിറ്റുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ആണ് ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്. സെക്കൻഡ് യൂണിറ്റ് അക്കൗണ്ടിംഗ് ആണ്. തേർഡ് യൂണിറ്റ് ബിസിനസ് എക്കണോമിക്സ് ആണ്. ഫോർത്ത് യൂണിറ്റ് ബിസിനസ് ഫിനാൻസ്. ഫിഫ്ത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. സിക്സ്ത് വൺ BM ആൻഡ് HRM. ദെൻ ബാങ്കിങ്, മാർക്കറ്റിംഗ്, ലീഗൽ ആസ്പെക്ട്സ്, ഇൻകം ടാക്സ്. ഇതിൽ തന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ അറിയാണ്ട് അൺമ്യൂട്ട് ആയി പോയവരാണെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ട് വരുന്നത് ഒന്ന് അക്കൗണ്ടിംഗ് ആണ്, ദെൻ ബിസിനസ് ഫിനാൻസ് ആണ്, ദെൻ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്, ദെൻ ഇൻകം ടാക്സ്. ഇതാണ് നമ്മളുടെ മേജർ ആയിട്ടുള്ള പ്രോബ്ലം പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി ഓൾമോസ്റ്റ് തിയറീസ് ആണ്. പിന്നെ നമുക്ക് എക്കണോമിക്സിൽ ഇപ്പം കുറച്ച് നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോസ്റ്റ് ഫംഗ്ഷൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് വരാറുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം. എങ്കിലും നമ്മളുടെ ഒരു മേജർ ആയിട്ടുള്ള പ്രോബ്ലം ഏരിയ എന്ന് പറയുന്നത് ഈ 4 എണ്ണമാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറയുന്ന ഒരു യൂണിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. എപ്പോഴും അത് പ്രയോറിറ്റി ലിസ്റ്റിലാണ്. അധിക പേരുടെയും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു യൂണിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിൽ ആർക്കെങ്കിലും അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ഭയങ്കര ബുദ്ധിമുട്ടായവരുണ്ടോ? ആരുടെയോ അൺമ്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. ആരതാണ്? നിഹാല ആരാണ്? നിഹാല അൺമ്യൂട്ട് ആയിട്ടുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ, ഒരുപാട് പേർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലേ. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ബുദ്ധിമുട്ടാവാനുള്ള കാരണം ഫ്രം ദി സ്റ്റാർട്ടിങ് ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവണം എന്നുള്ളതാണ്. ഇത് നിങ്ങൾ അത്യാവശ്യം സമയം എടുത്തുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് ബേസ് ലെവൽ മുതൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ചാൻസ് കുറവാണ്. കാരണം നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു യൂണിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പലരുടെയും പ്രശ്നം ബേസിക് റെഡി ആവില്ല. കാരണം ബേസിക് കോൺസെപ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും അത്ര ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പിന്നെ മാത്രമല്ല, നമുക്ക് എക്സാം വൈസ് ഇന്ന ഏരിയ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റാത്ത ഒരു യൂണിറ്റ് കൂടിയാണിത്. കാരണം ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഓവറോൾ സിലബസ് അല്ലെങ്കിൽ ഓവറോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന മെജോറിറ്റി ടോപ്പിക് കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വരാൻ വരെ സാധ്യതയുള്ള ഒരു യൂണിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്.
പക്ഷെ വൺസ് നിങ്ങൾ ഇത് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ, അതായത് നമ്മൾ ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ അടുത്തൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഈ ഫസ്റ്റ് പഠിച്ച കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. കാരണം അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സെക്കൻഡ് കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുക. അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു കോൺസെപ്റ്റുകൾ വരുന്ന ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതുകൊണ്ടാണ് പലരും ഇതിനെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. മറ്റൊരു ടോപ്പിക്കാണ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് ബുദ്ധിമുട്ടുള്ളവരുണ്ടോ? പോട്ടെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഭയങ്കര ഈസിയാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അത് ചോദിക്കാൻ മറന്നുപോയി. എനിക്ക് നല്ല ഇഷ്ടമാണ്, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആന്ന് പറയാറുണ്ടോ? അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ അതില്? ഈസി ആണല്ലേ? എന്തുകൊണ്ടാണ് ഈസി ആയിട്ട് തോന്നുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്? നിങ്ങൾക്ക് ആദ്യം മുതലേ അതിന്റെ ബേസ് മുതലേ വളരെ ക്ലിയർ ആയിട്ട് കോളേജുകളിലൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണോ? നിങ്ങൾക്ക് നല്ല രീതിയിൽ അന്ന് മുതലേ ഓക്കെ ഓക്കെ സിമ്പിൾ ടോപ്പിക് ആണ് അവർക്ക് അതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പലർക്കും അതുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഇത് ഈസി എന്ന് പറയുന്നവർക്ക് ഒരു എക്സ്ട്രാ എഡ്ജ് കിട്ടിയ പോലെയാണ് കേട്ടോ. കാരണം ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ, അതായത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരും ആൻസർ ചെയ്യുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ബിസിനസ് മാനേജ്മെന്റ് ആണ്, HRM ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാ. അപ്പൊ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റേ വേണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് നമുക്ക് നെറ്റ് അല്ലെങ്കിൽ JRFിലേക്ക് നമ്മൾ എത്താം. നമുക്കൊരു എക്സ്ട്രാ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അത്യാവശ്യം ഈസിയാന്ന് പറയുന്നവർക്ക് അത് ഉപയോഗിക്കാം. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം പഠിച്ചു പോയതുകൊണ്ട് ഈ ഒരു റേഞ്ചിലേക്ക് എത്തില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പക്കയാക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതേപോലെ ടാക്സ് ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഇതില്, ഇൻകം ടാക്സ്. മാം ഞാനുണ്ട്. ഇൻകം ടാക്സ് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് അതിൽ സെക്ഷൻസ് ഒക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്? ഇയാൾ കുറച്ച് മാം പറഞ്ഞു സെക്ഷൻ മാത്രമല്ല മാം, അതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് സെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ആ പേഴ്സണിനെ കുറിച്ചൊരു കണക്ക് ചോദിക്കത്തില്ലേ, ഫസ്റ്റ് വരുന്ന നമ്മുടെ റെസിഡന്റ് നോൺ റെസിഡന്റ്. റെസിഡന്റ് നോൺ റെസിഡന്റ്. അതപ്പോ ഒന്നാമത്തെ കാര്യം എനിക്കത് ചെയ്യാനായിട്ട് അറിയാം, പക്ഷെ ഞാൻ സ്ക്രൈബ് വെച്ച് എഴുതുന്നത്. അപ്പൊ സ്ക്രൈബിന് ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ഇഷ്യൂ വരും. അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളാണല്ലോ അല്ലെ? ഓക്കെ ഓക്കെ. ഓക്കെ, അങ്ങനെ ഒരു അപ്പൊ ഇഷ്യൂ വരുന്നു. അപ്പൊ അത് ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല? അത് മാം ആ ഒരു ഇത് നെറ്റിന് വരുന്നൊരു ടൈം പീരീഡ് അറിയാമല്ലോ, ആ ഒരു ക്വസ്റ്റ്യന് വരുന്ന മിനിമം ടൈം പീരീഡ് അറിയാമല്ലോ. അപ്പൊ ആ ടൈമിനുള്ളിൽ ഇത് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഈ 80C തൊട്ട് 80U വരെയുള്ള എപ്പോഴും ചോദിച്ചു ഡിഡക്ഷൻസ്. കണ്ടിട്ടുള്ള സെക്ഷൻസ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആയി എനിക്ക് എപ്പോഴും ചേഞ്ച് ആവുന്നതാണ്. അത് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് അതുപോലെ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ്. അതിലൊക്കെ എന്താന്ന് പറയാ, ഇപ്പൊ ഇതിപ്പം സ്ക്രൈബിനെ വെച്ചിട്ട് എഴുതാന്ന് പറയുമ്പോൾ നമ്മൾ അതിന് അത് ആ രീതിയിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം നമ്മൾക്ക് അറിയാം നെറ്റ് എക്സാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ട്രിക്കുകളും സ്ട്രാറ്റജികളും ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ അത് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നവർക്കാണ് ഇവിടെ റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പക്ഷെ ഇത് അത് എന്ത് ചെയ്യുക, ആ ഏത് രീതിയിൽ തരത്തിൽ തന്നെ, ഉപയോഗിക്കണമെന്ന് മാം അറിയത്തില്ല മാം, അതാണ് വിഷയം. അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണല്ലോ, നമ്മുടെ സ്ക്രൈബിന് നമ്മൾ പറഞ്ഞു കൊടുക്കണല്ലോ ഏതാണ് ഓപ്ഷൻ എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മളുടെ സ്പീഡ്, അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണം. കാരണം അത് നമുക്ക് സ്പീഡ് കൂട്ടി കൊണ്ടുവരാന്നുള്ളതല്ലേ അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതെ മാം. ആ രീതിയിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ടാക്സ് എന്ന് പറയുന്നതും ഇങ്ങനെ പറയാന്നുള്ളതിൽ ഒരുപാട് റീസൺസ് പറയാനുണ്ട്. അതിൽ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാനുണ്ട്. പിന്നെ അതിൽ അമെന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത് വിട്ടുപോയാൽ നമുക്കൊരു കണക്ഷൻ കിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടാക്സിന്റെ കേസിലുണ്ട്. പക്ഷെ അതും നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. കാരണം ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റണം. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അത്ര പോലെ ഒരു കണക്ഷൻ ലീഡ് ചെയ്ത് പോകുന്ന ഒരു ടോപ്പിക് അല്ല. എന്നാലും അങ്ങനെ ഒരു കണക്ഷൻ ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇനി ജൂൺ ടേമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്
നമ്മളുടെ ഈ ഒരു കൊമേഴ്സിന്റെ ഈ ഒരു 10 യൂണിറ്റുകൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യമാണ്. അതില് നിങ്ങൾ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവര് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഐഫറിൽ ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരെ കൊണ്ട് നമ്മളൊരു പ്രീ ടെസ്റ്റ് ചെയ്യിപ്പിക്കും. നമ്മൾ ആ ഒരു കോഴ്സിൽ പറഞ്ഞല്ലോ, നമ്മളിപ്പം അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സിൽ ഒരു പ്രിപ്പറേറ്ററി ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഫീച്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കുട്ടി അഡ്മിഷൻ എടുത്താൽ വിത്ത് 3 days, അഡ്മിഷൻ എടുത്ത് 3 ദിവസത്തിന്റെ ഉള്ളിലായിട്ട് ആ കുട്ടി എന്ത് ചെയ്യണം, ആ ഒരു പ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യൽ നിർബന്ധമാണ്. പലരും നമ്മളടുത്ത് ചോദിക്കും, മിസ്സേ ഞാൻ ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ, ഇപ്പൊ തന്നെ ഞാൻ ചെയ്യണം എന്നുള്ള രീതിയിൽ ചോദിക്കും. എനിക്ക് ഒന്നും അറിയില്ല. ചിലർ അറ്റൻഡ് ചെയ്തിട്ട് പറയും എനിക്ക് സ്കോർ കുറവാണ്, കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാത്തതാ വന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയും. അവിടെ നമ്മൾ ആ ഒരു പ്രീ ടെസ്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേറ്ററി ടെസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ അറിയില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമ്മൾ എന്തായാലും തുടങ്ങാൻ പോകുന്ന ഒരു കാര്യമാണ്, അവിടെ നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിക്കോളുന്നില്ല. അപ്പൊ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയാം എന്തറിയില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവര് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ടൈം ഔട്ട് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങളൊരു ടൈം ഒക്കെ വെച്ചിട്ട് പേപ്പർ ടുന്റെ ഒരു കേൾക്കുന്നില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല, ക്ലിയർ അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ബ്രേക്ക് ഉണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ഇടയ്ക്ക് ബ്രേക്ക് ആ, നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാത്തതോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ? ഇപ്പോഴും ബ്രേക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അത് ഇപ്പൊ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ, കണ്ടിന്യൂ ചെയ്യാം. ഹലോ, കേൾക്കുന്നുണ്ട് മാം, കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലേ? ഓക്കെ ഓക്കെ ആ, അതെ മാം. ഓക്കെ. എന്തെങ്കിലും നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാത്തതോ ക്ലാരിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ മേ ബി മഴ കാരണം ചെറിയ പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതേപോലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അത് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത്. അത് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്തൊക്കെ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഓർഡർ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനും പറ്റും. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി സ്റ്റഡി പ്ലാൻ ഞാൻ വരാം. ഓൾറെഡി അറ്റൻഡ് ചെയ്ത് ഡിസംബർ ടേമിൽ എക്സാം അറ്റൻഡ് ചെയ്തവരൊക്കെ ഉണ്ടാവും. അവര് ശ്രദ്ധിക്കേണ്ട കാര്യം, അവരിപ്പോ ഏകദേശം ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്രത്തോളം ടോപ്പിക് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, ഇനി എത്രത്തോളം ടോപ്പിക് ഞാൻ കവർ ചെയ്യാനുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും. ആ ഒരു സ്റ്റേജ് മുതലാണ് പിന്നെ നമ്മൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ പോലെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്തതിന് ശേഷം അവർ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ യൂണിറ്റിനും അവർക്ക് ഇപ്പൊ സ്കോർ ചെയ്യാൻ പറ്റി. ചില യൂണിറ്റ് ഇപ്പൊ കാണുന്നവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട്, ഓക്കെ, അതേപോലെ ലീഗൽ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതൊക്കെ അവരുടെ പ്രയോറിറ്റി ഫസ്റ്റ് റാങ്കിൽ വരേണ്ട ടോപ്പിക്കാണ്. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സെക്കൻഡ് റാങ്ക് എന്നുള്ള രീതിയിൽ കൊടുക്കും. അങ്ങനെ
എന്ത് ചെയ്യാ, നമുക്ക് നന്നായിട്ട് അറിയാവുന്നത് മുതൽ തീരെ അറിയാത്തത് വരെ നമ്മൾ ഈസി ടു ടഫിലേക്ക് നമ്മുടെ കംപ്ലീറ്റ് ടോപ്പിക്കിന് എന്ത് ചെയ്യാം, റാങ്ക് കൊടുക്കാം. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഒരൊറ്റ മിനിറ്റ്. ഹലോ, ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, പെട്ടെന്ന് പറഞ്ഞിട്ട് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാം. ഇപ്പൊ ക്ലിയർ ആണോ? പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഇപ്പോഴും ക്ലിയർ ഇല്ല? ഓക്കെ, ഞാനൊന്ന് എന്റെ സിസ്റ്റം ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. നിങ്ങൾ ലീവ് ചെയ്യരുത്. ഹലോ, ഇപ്പൊ സ്ലൈഡ് ഷെയർ ചെയ്തത് കാണുന്നുണ്ടോ? വോയിസ് ക്ലിയർ തന്നെയല്ലേ? അതെ മാം, അതെ മാം. ഓക്കെ ഓക്കെ, അത് സിസ്റ്റത്തിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ്, സോറി കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ പറഞ്ഞു നിർത്തിയതല്ലേ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഒരു ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തതിന്റെ ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ റാങ്ക് കൊടുക്കുക. നിങ്ങളുടെ ഓരോ യൂണിറ്റും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ടു ടഫിലേക്ക് നിങ്ങൾ റാങ്ക് കൊടുക്കുക. ഇതിൽ എനിക്ക് സ്ക്രീനിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്ക്രീനിൽ എഴുതുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വിചാരിക്കണം ഞാൻ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ഫസ്റ്റ് ടു 10 വരെ ഓരോ യൂണിറ്റിനും നിങ്ങൾ റാങ്ക് കൊടുക്കുക. ഓക്കെ, റാങ്ക് കൊടുത്തതിന് ശേഷം എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റിനാണ് ഞാനിപ്പോ ഒരു റാങ്ക് കൊടുത്തിട്ടുള്ളത് വിചാരിക്കാം. മാർക്കറ്റിംഗ് മാനേജ്മെന്റിനാണ് ഞാനിവിടെ ഫസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുള്ളത് വിചാരിക്കാം. സെക്കൻഡ് റാങ്ക് ലീഗൽ ആസ്പെക്ട്സിന് കൊടുത്തു. തേർഡ് റാങ്ക് ഞാൻ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് HRM കൊടുത്തു. ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് യൂണിറ്റ് എന്ത് ചെയ്തു, റാങ്ക് കൊടുത്തു. എന്തിന്റെ ബേസിലാ? ഞാനൊരു പ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. ഒരു ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നമ്മൾ ആപ്പിൽ തന്നെ കൊടുക്കുന്നുണ്ട് പ്രീ ടെസ്റ്റ്. അപ്പൊ ആ ടെസ്റ്റ് അവർക്ക് ടൈം വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യാത്തവരെ നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എടുത്ത് വർക്കൗട്ട് അതിന്റെ ബേസിൽ നിങ്ങൾ ഈ ഒരു റാങ്ക് കൊടുക്കുക. നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചില യൂണിറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് എവിടുന്നാണ് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചില ഐഡിയ കിട്ടാനുണ്ടാവും. അതൊക്കെ നമ്മുടെ ലാസ്റ്റ് റാങ്കിലേക്ക് പോകും. അങ്ങനെ നമ്മൾ 1 to 10 റാങ്ക് കൊടുത്ത് നമ്മൾ ഓരോന്നിനും ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പൊ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് എന്റെ ഫസ്റ്റ് റാങ്കിൽ വരുന്ന യൂണിറ്റ്. അപ്പൊ ഞാൻ എന്താണ് തീരുമാനിക്കുന്നത്, ഈ ഒരു 2 ദിവസം മതി. ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് തീർക്കാൻ എനിക്ക് 2 ദിവസം മതി. കാരണം എനിക്ക് അത് അത്യാവശ്യം നന്നായിട്ട് അറിയുന്നതാണ്. എനിക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് 2 ദിവസം കൊടുക്കാം. എനിക്ക് 4 ദിവസമാണ്, ഞാൻ 4 ദിവസം കൊടുത്തു. ഓക്കെ, എനിക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് വേണ്ടത് ഒരു 4 ദിവസമാണ്, ഞാൻ 4 ദിവസം കൊടുത്തു. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓരോന്നിനും ഡേയ്സ് അലോട്ട് ചെയ്യാം. പക്ഷെ ഈ ദിവസങ്ങൾ അലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പോ നമുക്ക് മാർച്ച് എത്രയായി, 12 അല്ലെ? അപ്പൊ ഇന്ന് മുതൽ മാർച്ച്, ഏപ്രിൽ, മെയ് ലാസ്റ്റ് വരെ, നമുക്ക് ജൂണിലാണ് എക്സാം വരിക, മെയ് ലാസ്റ്റ് വരെ എടുക്കരുത്. മെയ് 15 വരെ എത്ര ഡേയ്സ് നോക്കുക. ആ ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ യൂണിറ്റിനും നിങ്ങൾ അലോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോ നിങ്ങൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ കൊടുക്കും. അത്ര ദിവസം വേണ്ട, നിങ്ങൾക്ക് അത് സൗണ്ട് നന്നായിട്ട് ക്ലിയർ അല്ല ഒറ്റവെള്ളം സൗണ്ട് ക്ലിയർ അല്ല. ബ്രേക്ക് വരുന്നുണ്ടോ? വോയിസ് നന്നായിട്ട് ബ്രേക്ക് എല്ലാവർക്കും ആവുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ ക്ലിയർ ആണോ?
ക്ലിയർ അല്ല മിസ്സേ. എല്ലാവർക്കും പ്രശ്നമുണ്ടോ? ബ്രേക്ക് ഉണ്ട് മാം, മഴ ബ്രേക്ക് ഉണ്ട്. ആയതുകൊണ്ട് മഴ ആയതുകൊണ്ട് ക്ലിയർ ഇപ്പോഴും ഇപ്പൊ ഓക്കെ ഓക്കെ ആണ് മാം. ഓക്കെ. ഞാൻ ഡിസലോട്ട് ചെയ്യുന്നത് മുതൽ കണ്ടിന്യൂ ചെയ്താ ഹലോ ഹലോ കണക്ട് പറഞ്ഞോളൂ മാം. ചെയ്തോട്ടെ? കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ ഡേയ്സ് അലോട്ട് ചെയ്യുമ്പോ ടോട്ടൽ ഡേയ്സ് ഉണ്ടെന്നുള്ളതും കൂടെ നിങ്ങൾ നോക്കാം. ഇന്ന് മുതൽ മെയ് 15 വരെ നിങ്ങൾക്ക് എത്ര ഡേയ്സ് ഉണ്ടെന്നുള്ളത് നോക്കാം. ജൂണിലാണ് നമ്മുടെ എക്സാം. ഓക്കെ. അങ്ങനെ നിങ്ങൾ ഡേയ്സ് അലോട്ട് ചെയ്തിട്ട് ഈ ടോപ്പിക്കുകൾ നിങ്ങൾ ഓരോ ദിവസവും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി പ്ലാൻ എന്താണ്? അപ്പൊ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നമ്മൾ ഈ ടു ടഫിലേക്ക് റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോപ്പിക് ആയിരിക്കണം ആദ്യം നമ്മൾ കവർ ചെയ്ത് തുടങ്ങേണ്ടത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഇനി നമ്മൾ എക്സാമിനോട് അടുത്തുള്ള ഡേയ്സുകളിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി ടോപ്പിക്കുകൾ ആദ്യം കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റും. നമ്മൾ നേരെ മറിച്ച് നിങ്ങൾ ടഫ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്ര കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഓരോ യൂണിറ്റിൽ മാക്സിമം 10 ക്വസ്റ്റ്യൻ ആണല്ലോ, 8 to 10 ആണ് പറയുന്നത് ഒരു ആവറേജ്. അപ്പൊ ആ ഒരു 10 ക്വസ്റ്റ്യൻസ് ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് കറക്റ്റ് ആക്കിക്കൊള്ളുന്നില്ല. കാരണം നിങ്ങൾ ടഫ് ആയിട്ടുള്ള യൂണിറ്റ് ഫോക്കസ് കൊടുക്കുകയും ചെയ്തു, ഈസി ആയിട്ടുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ഏരിയാസിലേക്ക് നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും പറ്റില്ല. കാരണം അത് ലാസ്റ്റിലേക്ക് വന്നതുകൊണ്ട് അതിന് നിങ്ങൾക്ക് അത്രയും ടൈം കിട്ടിയില്ല. കാരണം ടഫ് ആയിട്ട് യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈം അതിൽ എടുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വേണ്ടിയിട്ടുള്ള പ്ലാൻ അവർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റില്ല. അപ്പൊ ഫോക്കസ് കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ടഫ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക് പോകാൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈസി ടോപ്പിക്കിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റ് ആക്കാനും പറ്റും. ടഫ് ആയ ഏരിയയിൽ നിന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റുക, നമുക്ക് അതിൽ മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രയും ചെയ്യാം. ഓക്കെ. നിങ്ങളെ എക്സാം ജൂൺ ടേമിലേക്ക് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവരെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് 2 തരങ്ങളുടെ യൂണിറ്റിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ ഈ ഒരു ടേമിൽ മിസ്സേ ഒട്ടും കേൾക്കാൻ വയ്യ. ഒന്നും കേൾക്കുന്നില്ല മാം, നല്ല ബ്രേക്ക് ഉണ്ട്. മിനിറ്റ് കേൾക്കുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ. എനിക്ക് നല്ല ബ്രേക്ക് വരുന്നില്ലേ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് മിസ്സേ. നല്ല ബ്രേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ലല്ലോ, ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലേ? മിസ് ചോദിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇടയ്ക്ക് ഇത് ബ്രേക്ക് ആവും, അപ്പൊ കണ്ടിന്യൂറ്റിക്ക് കുഴപ്പമുണ്ട്. മഴയുണ്ട്, നല്ല മഴയുണ്ട്, അതാണ് പ്രശ്നം. നല്ല ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷനാണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നമ്മളിത് വേറൊരു ദിവസം വെച്ചാൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ എല്ലാവരും റെഡിയാണോ? നല്ല മഴയുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഇനി ചെയ്താലും ഇങ്ങനെ തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ മിസ്, പിന്നീട് ഒരു ദിവസം വെച്ചാൽ മതി. ഇത് ക്ലിയർ ആവുന്നില്ല, ആ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഓക്കെ ആണോ? ഒന്നും പറയുന്നില്ല. ഓക്കെ ആണ് മാം. ഓക്കെ ആണ്. ഓക്കെ, എന്തായാലും ഇപ്പൊ ഞാനിതൊന്ന് മൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇനി സെഷൻ വെക്കുകയാണെങ്കിൽ അത് അറിയിക്കേണ്ട. അതേപോലെ നല്ല മഴ ഉണ്ട്, അപ്പൊ കഴിഞ്ഞ് ചെയ്യാൻ എന്തായാലും ഇനി ഇങ്ങനെ തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ, അതുകൊണ്ടാണ്. ഓക്കെ കുഴപ്പമില്ല മാം. ഓക്കെ, അപ്പൊ നമുക്ക് വെക്കാം. ഗ്രൂപ്പിലൊക്കെ ആയില്ലേ? അപ്പൊ ഗ്രൂപ്പ് ചോദിക്കാം.